ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്റെ ഭാര്യ എവിടെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്താടി അവിടെ ഒളിച്ചിരിക്കുന്നത്? ഒന്ന് വണ്ടി കയറും. എനിക്കും എന്റെ മോനും ആഹാരം പാകം ചെയ്തു തരാനാണ്. പ്രകാശേട്ടാ, അമ്മയുടെ കൈ പൊള്ളിയതുകൊണ്ടാ. പ്ലീസ്, ഇന്നത്തേക്ക് ഞാനൊന്ന് വായടക്കടി. മെണ്ടിയാ നിന്റെ കാരണടിച്ച് പൊളിക്കും ഞാൻ. നീ നിന്റെ ജോലി ചെയ്താ മതി കേട്ടോ. മോള് പൊയ്ക്കോ. എന്റെ വയറ്റി പെറുക്കേണ്ടിയിരുന്നത് നീയായിരുന്നു. രണ്ടാക്കിയതൊക്കെ രണ്ടായി തന്നെ ഇരുന്നാ മതി. അതാരും യോജിപ്പിക്കാൻ നോക്കണ്ട. ഒരിക്കലതാവുകയില്ല. മക്കളെ പെറ്റു വളർത്തി വലുതാക്കി എന്നെ നക്കാപ്പിച്ച കണക്ക് പറഞ്ഞു ഒന്നും ഈ പ്രകാശം ഒരിക്കലും മറക്കില്ല. സാരമില്ല മാധവേട്ട, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മാധവേട്ടൻ മുറിയിലേക്ക് ചെല്ല്. ഞാൻ മാധവേട്ടന്റെ പാകത്തിനൊരു ചായ ഇട്ടോണ്ട് വരാം. മാധവേട്ടൻ ചെല്ല്. അമ്മ ഇങ്ങ് മാറും, ഞാൻ ചെയ്തോളാം. അല്ല, നീ എങ്ങോട്ടാ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന നേതാവിനോട് ഇലക്ഷൻ എടുത്ത സമയത്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നതിന്റെ തെറ്റാ. അപ്പച്ചിക്ക് എന്തെങ്കിലും വാങ്ങണോ? വല്ല മുറുക്കാനോ ഗുളിക എന്തെങ്കിലും? കൊള്ളാം, നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. വല്ല മുറുക്കാനും മുറുക്കി പ്രഷറിന്റെയും ഷുഗറിന്റെയും ഒക്കെ ഗുളികയും കഴിച്ച് വീടിന്റെ ഒരു ഭാഗത്ത് ഒതുങ്ങാനുള്ള സമയമായി എന്നല്ലേ? എന്നാ നിനക്ക് തെറ്റി. അപ്പച്ചിക്കേ അതിനുള്ള സമയമായിട്ടില്ല. ചെയ്തു തീർക്കാൻ കുറച്ചുകൂടി ജോലി ബാക്കിയുണ്ട്. അതുകൂടി ചെയ്തു തീർത്തിട്ടേ അപ്പച്ചി ഒരു മൂലയിൽ ഒതുങ്ങുള്ളൂ. അല്ല, നീ ഇന്ന് ഏത് യോഗത്തിനാ പോകുന്നത്? ഇന്നേ ഒരു കുടുംബയോഗത്തിനാ പോകുന്നത്. എവിടെയാണാവോ നിന്റെ കുടുംബയോഗം? ഭാര്യ വീട്ടിലാ. അപ്പൊ ഭാര്യ പോകണമല്ലോ, കുടുംബയോഗമല്ലേ? അവളെ ഇപ്പൊ വരും. എന്താണ് കുടുംബയോഗത്തിന്റെ അജണ്ട? കുറുപ്പിന്റെ കുടുംബത്തെ എങ്ങനെ തകർക്കാമെന്നാണോ? അല്ല, ഒരു കുടുംബ പൂജയാ. ഓ, മനസ്സിലായി. കൂടോത്രം. കൂടോത്രവും ദുർമന്ത്രവാദവും ചെയ്തിട്ടാണല്ലോ മോനെ മോളെ ഇങ്ങോട്ട് അയച്ചത്. അതിന്റെ നന്ദി സൂചക പൂജയായിരിക്കും അല്ലേ? അപ്പച്ചൊന്ന് മാറിയേ, ഞാനൊന്ന് പോട്ടെ. അച്ചിയം കൊണ്ട് പോകുന്നതൊക്കെ കൊള്ളാം. അവളെ അവിടെ നിർത്തിയിട്ട് നീ മാത്രം മടങ്ങി വരണം. ഇലക്ഷൻ വരാൻ പോവുക. ചിലപ്പോ കുറുപ്പ് മത്സരിച്ചെന്ന് വരില്ല. അവന് കിട്ടേണ്ട സീറ്റ് നിനക്ക് തരും. MLA സീറ്റിൽ നീ മത്സരിക്കുമ്പോ ഇവൾ ഇവിടെ ഉണ്ടാകരുത്. മാധവൻ നായരുടെ വീട്ടിൽ ഇവളെ കളഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പച്ചി, അപ്പച്ചിയുടെ MLA സീറ്റ് എനിക്ക് അങ്ങ് ബോധിച്ചു. പക്ഷെ അതിനൊരു ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ.
വന്ദനേ, എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടി സ്വന്തമാക്കിയ എന്റെ ഭാര്യ. സ്വന്തം ഭാര്യ ഭാര്യ വീട്ടിൽ താമസിക്കണോ കൂടെ താമസിക്കണമെന്നൊക്കെ ഞങ്ങളുടെ സ്വകാര്യതയാ. അപ്പച്ചിക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്റെ ഭാര്യ എവിടെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്താടി അവിടെ ഒളിച്ചിരിക്കുന്നത്? വന്ന് വണ്ടി കയറും. എന്നാ അപ്പച്ചി, ഞങ്ങൾ പോയിട്ട് വരട്ടെ? പൊയ്ക്കോ, നീ എത്ര നാളിങ്ങനെ പോകുമെന്ന് എനിക്ക് കാണണം. ഏറിയാൽ 6 മാസം, പോയാൽ 1/2 വയസ്സ്. ദിയമോളെ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഗൂഗിൾ നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ട്. വന്ദനം എന്താ വരാത്തെ? വന്ദനാമ്മ വരും മോളെ. സുമിത്ര ആന്റി, വന്ദനമ്മ വരുമ്പോ ആന്റി ഒന്ന് പറയോ എന്നെയും കൂടി അവരോടൊപ്പം കൊണ്ടുപോവാൻ? മോളെ, നിനക്കറിയാലോ അവിടുത്തെ പ്രശ്നങ്ങള്. മോള് സ്കൂളിൽ നിന്ന് അവിടേക്ക് പോയപ്പോ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയോ? വന്ദനയും ജഗനും പാവ. പക്ഷേ ആ കുറുപ്പിന് വന്ദനാന്റെ ഇഷ്ടമല്ല. ആ ദേഷ്യമൊക്കെ മോളോട് കാണിക്കും.